നമസ്കാരം. ഞാനിപ്പോ വന്നിരിക്കുന്നത് കാക്കൂർ കാളവയൽ കാർഷിക മേളയോടനുബന്ധിച്ച് കാള വണ്ടി ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ജോസഫ് ചേട്ടന്റെ വീട്ടിലാണ്. ജോസഫ് ചേട്ടന്റെ വീട് പുത്തമ്പുരയ്ക്കൽ നിന്നാണ്. ഇവിടെ നാട്ടിലെ കുഞ്ഞാപ്പേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ചേട്ടാ നമസ്കാരം. അപ്പൊ കാർഷിക മേളയോടനുബന്ധിച്ച് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാനവിടെ വന്നായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പം എനിക്ക് കാളകളുടെ സാധാരണ നമ്മൾ ഈ കാളകളെ കുറിച്ചും അതിന്റെ ആ വളർത്ത രീതിയെ കുറിച്ചും ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ. പക്ഷെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വൈകാരികമായിട്ടൊരു ഇത് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടത്തിന്റെ ആ ചേറിന്റെ മണവും ആ ഓട്ട മത്സരത്തിലുള്ള ആ കാളയുടെ വന്യതയും പിന്നെ അപ്പറയാണെങ്കിൽ ഈ പ്രദർശനത്തിന് ഇത്രയും നേരം ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ കാളകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ കാളകളുടെ വികാരങ്ങളും എല്ലാം എന്തോ മനസ്സിൽ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ ഇത്രയും കാലമായിട്ട് കാള വളർത്തുന്നു. എത്ര വർഷമായിട്ട് കാള വളർത്തുന്നുണ്ട്? 53 വർഷം. അപ്പൊ ഈ 53 വർഷമായിട്ട് ചേട്ടനായി കാള വളർത്തൽ ഇങ്ങനെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നായിരുന്നോ? അതെ അല്ലെ. എത്ര നാളിലാണ് ഈ കാള വളർത്തൽ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ഏത് പ്രായത്തിലോട്ടാണ് നമുക്ക് ചേട്ടന് പറയാൻ കഴിയുന്നത്? 26 വർഷമായിട്ട്. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? എല്ലാ വീട്ടിലും കാളകൾ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് കാളകളുടെ ആ വളർത്തണ രീതിയൊക്കെ? എല്ലാ വീട്ടിലും കാളകളുള്ള കണ്ടപ്പോൾ കൂട്ട് അടി മത്സരമല്ല അടി കൂട്ടൊക്കെ ഉണ്ട്. അതെ അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്കൂൾ ജീവിതം ഏകദേശം ഒരു പകുതിയാവുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ കാർഷിക പണികളിലൂടെ എല്ലാവരും തല തിരിഞ്ഞു പോകാറാണ് പതിവെന്ന് തോന്നുന്നു അല്ലെ. അപ്പം ആ കാലത്ത് എങ്ങനെയാ? സ്വന്തമായിട്ട് പറമ്പുണ്ടായിരുന്നോ? കൂട്ടാൻ ഇങ്ങനെ കാളകള് എങ്ങനെ മേടിച്ച് സ്വന്തമായിട്ട് പൂട്ടിക്കൊണ്ട് മറ്റാൾക്കാർക്ക് കൂട്ടാൻ പോകും, പൂട്ടാനും പോവും, നമ്മള് വണ്ടി കെട്ടാനും പോകും അല്ലെ. അപ്പൊ ആ കാലഘട്ടത്തിൽ മത്സരം അങ്ങനെ മത്സരമൊന്നുമില്ല പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ കാർഷിക പണിക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അതിനകത്ത് പരിപാലിക്കൂല്ലേ. അപ്പൊ ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. പിന്നെ ഇത് ഏത് ഇങ്ങനെ ഒരു മത്സരമന ഇനമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഒരു മത്സര ഇനമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രദർശിപ്പിക്കാനുണ്ടായ കാലഘട്ടം ഏത് സമയത്ത് തൊട്ടാണ്? 15 വർഷമായിട്ട് തീർച്ചയായിട്ടും. ഈ കാക്കൂർ കാളവയലിൽ ഏത് വർഷം തൊട്ടാണ് പോയി തുടങ്ങിയിട്ടുള്ളത്? 73. അപ്പൊ സാധാരണയായിട്ട് ഈ എല്ലാ പ്രാവശ്യവും ഓരോ ഇതിന് വേണ്ടിയിട്ട് ഒരു കാളയെ നമ്മൾ വളർത്തുമോ? അതെയോ നിലവിൽ കാള ഉള്ളതാണോ ഇങ്ങനെ വീട്ടില്? കാളയുണ്ട്. കാളയുണ്ട് അല്ലെ. കാള വളർത്തുന്നുണ്ട്. അപ്പൊ ആ കാളയോടുള്ള അതിന്റെ വളർത്ത രീതികളൊക്കെ എങ്ങനെയാണ് അതിന്റെ ആഹാര രീതി എങ്ങനെയാണ്? നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറമ്പുന്ന പുല്ലും വൈക്കോലും ആണോ കൊടുക്കുന്നത്? അതെയോ നമ്മളെ ഈ ഇപ്പൊ കാലിത്തീറ്റ അങ്ങനെ സാധനങ്ങൾ? കാലിത്തീറ്റ ഒന്നുമില്ല, കടലത്തീറ്റ മേടിച്ചു കൊടുക്കും. നെല്ലിന്റെ അവിടെ കൊടുക്കും. പിന്നെ കുറെ ഗോതമ്പോട് മേടിക്കും, പുളിമ്പൊടി മേടിച്ച് വേവിച്ചു കൊടുക്കും, മുതൽ മേടിച്ച് അരച്ചു കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത കാള ഏത് ഇനമാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? അത് നാട്ടിൻപുറത്തെയാണോ? അത് ഈ കാളയോട്ട മത്സരത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കങ്കയം, ലംബാടി എന്ന് പറയുന്ന ഇങ്ങനെ 2 സൈസാണ് സാധാരണയായിട്ട് നമ്മള് ഈ മത്സരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ കാള ഏത് സൈസാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? അത് നാടനാണോ? നാടനല്ല. കങ്കയം കാളയല്ലേ. ഇത് എവിടുന്ന വാങ്ങിച്ചേ? പാലക്കാട് നമ്മൾ പോയി കുഞ്ഞിലെയാണോ കൊണ്ടുവന്നത്? കുഞ്ഞിലെയാണോ കൊണ്ടുവന്നത്? അതോ വലുതിനെയാണോ കൊണ്ടുവന്നത്? വലുതിനെ കൊണ്ടുവന്നത്. ഏകദേശം എത്രയായി? എത്ര നാളായി ഇതിനെ വാങ്ങിച്ചിട്ട്? ഈ മത്സരത്തിന്, അതായത് ഈ സീസണിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്? ഈ സീസണിന് വേണ്ടി അതെ, വാങ്ങിച്ചു. അപ്പൊ ഈ മത്സരത്തിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? ഇതിനു വേണ്ടി അതിന് തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് കുളിപ്പിച്ച് പിന്നെ അത് പരിപാലനം. അല്ലാതെ ഈ ട്രെയിനിങ് ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, ട്രെയിനിങ് കാലത്ത് ഓടിക്കുക, അങ്ങനെ എന്തോ സമയത്ത് ഓടിക്കും. കാലത്തൊന്നും വൈകുന്നേരം വെയിലാറുമ്പോഴൊക്കെ കെട്ടി ഓടിച്ച് പഠിപ്പിക്കും അല്ലെ. ആ റോട്ടിക്കട അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇവിടെ ഗ്രൗണ്ട് അങ്ങനെ വല്ലതും? റോട്ടിക്കട തന്നെ അല്ലെ. ഇതിനെ ഈ ലോക്കൽ ഇങ്ങനെ പരിപാലനത്തിന് ഓടിക്കാനൊക്കെ സഹായിക്കുന്നത് ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടാ നമസ്കാരം.
അപ്പൊ എത്ര നാളായിട്ടുണ്ട് ഈ ജോസഫ് ഏട്ടന്റെ കൂടെ ഇങ്ങനെ ഇത് ചെയ്തത്? ഞാനൊരു 10 വർഷത്തിന് മുകളിലായിരുന്നു. 10 വർഷത്തിന് മുകളിലല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കാള എങ്ങനെയായി ചേട്ടന്റെ കൂടെ ഇങ്ങനെ വരാനുണ്ടായ കാരണം? ഇങ്ങനെ മത്സരത്തിന് പോയപ്പോ ഇങ്ങനെ കൂട്ടുകാരനുള്ള രീതിയിൽ വിളിച്ചാണ്? ഞാനും ചേട്ടന്റെ മകനും കൂട്ടുകാരനല്ലേ? അപ്പൊ അങ്ങനെ ഒരിടത്ത് പോകുമ്പോ ഇങ്ങനെ കൂടെ വിളിച്ച് അങ്ങനെ പോയി ഈ കാള കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് ഒരു കാള കൊണ്ടുവന്നു. അതല്ലേ? ഒരു 10-15 ഒരു കാള ഞങ്ങൾ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഈ കളയെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ചാച്ചൻ പറഞ്ഞു ഇങ്ങനെ തീറ്റ കൊടുക്കും, ഏതെങ്കിലും ഒരു സമയത്ത് ഇതിന് ട്രെയിനിങ് കൊടുക്കും എന്നൊക്കെ പറയും. അല്ലാതെ ഈ കാളയായിട്ട് വൈകാരികമായിട്ട് എന്തെങ്കിലും ഇതോ അങ്ങനെ നമ്മുടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇതിന്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അങ്ങനെ ചെയ്യാറുണ്ടോ? സ്നേഹം വേണം അല്ലെ? ഞാൻ അവിടെ വെച്ച് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പിന്നെ കൊമ്പൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. ഞാൻ ആ കാളയുടെ നടുക്ക് നിൽക്കും, ശരിക്കും വിറച്ചിട്ടാണ് നിൽക്കണത്. പക്ഷെ അവര് പറയുന്നത് ശരിക്കും ആ കാള എന്റെ പോലെ തന്നെ അനുസരിക്കുന്നുണ്ട് കേട്ടോ. അതെ അല്ലേ? സ്നേഹത്തോടെ കൊണ്ടാടുന്ന ഒരു കാള മേടിക്കുമ്പോൾ 1.5 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ നമുക്ക് ചെലവുണ്ട്. അങ്ങനെ ഈ കാളയോട്ട് ഇതിന്റെ നമ്മുടെ ചെലവ് എങ്ങനെയാണ്? സാധാരണ ഒരു ദിവസം ഇത്ര രൂപ അങ്ങനെ പറയുന്നത്. അപ്പം ഒരു വർഷം ഇങ്ങനെ നമ്മളൊരു സീസണിലേക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ കാളയെ മേടിച്ച് പരിപാലിക്കുമ്പോൾ ഒരു ദിവസം 500 രൂപ. അപ്പം ഈ ഇത് ഒരു സാധാരണ നമുക്കൊരു നേരത്തെ അത്ര പറ്റില്ല. സാഹചര്യത്തിൽ 500 രൂപ കഴിയും. ആദായത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കത് 500 രൂപയ്ക്ക് തരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധാരണ നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ ആ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചെലവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് ഈ ഇതിനോടൊരു താല്പര്യം ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ ഇതിന്റെ വളർത്ത് രീതിയെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വളർത്ത് രീതിയെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ കൂടുതൽ വാങ്ങിക്കുന്നു, നടക്കുന്നു, കുളിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നല്ലാതെ ഞാനൊരു കാര്യം എനിക്കൊരു മനസ്സിൽ ടച്ച് ചെയ്തൊരു കാര്യം, നമ്മുടെ ഒരു ഇങ്ങനെ ആ പണ്ടത്തെ ആ കാർഷിക മേഖലയിൽ നിന്നും ഈ യന്ത്രവൽക്കരണ ഇതിനകത്തേക്ക് മാറി കഴിയുമ്പം ഈ കാളയൊക്കെ നമ്മൾ അങ്ങനെ അപ്രത്യക്ഷമായി വൽക്കരണ ഇതിനകത്തേക്ക് മാറിയപ്പം മൊത്തം നമ്മുടെ കൃഷി രീതി ഈ ട്രാക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കിട്ടും. അപ്പം നമ്മൾ പരിപാലിച്ച് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ എത്തിയപ്പം ഇപ്പം ജയൻ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ചെലവും, അതായത് നമ്മൾ പ്രൈസ് കിട്ടിയാലും നമുക്ക് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഡെയിലി ഒരു 500 രൂപ വെച്ച് വരും. അപ്പം അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോഴും എങ്ങനെയാണ് ഈ വളത്തിനുമായിട്ടുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്? പിന്നെ ചേട്ടൻ്റെ മനസ്സിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുക്കുന്നത് കാശ് കൂടുതൽ പഴയ കാലത്തെ പോലെയല്ല, അതിൽ കൂടുതൽ മുടക്ക് വരും. ആ മുടക്ക് വരുമ്പോ നമ്മള് മറ്റു പണിയെടുത്ത് കാശുണ്ടാക്കി കൊടുത്തു വളർത്തുന്നത്. ഇതിന്റെ വരുമാനം കൊണ്ട് നടക്കും. ഇതിന് വരുമാനമല്ലേ ഒരു വർഷത്തില് ഒരു അത് സമ്മാനം കിട്ടിയെങ്കിലും കിട്ടിയില്ല, കിട്ടുന്ന കാര്യം പറയാൻ പറ്റില്ല. പിന്നെ ഈ കാളയോട്ട മത്സരങ്ങളില് എന്താ പറയുക, റിസൾട്ട് ഇടുന്നതിന്റെ ശരിയായ ഒരു ഇതല്ല എന്നാണ് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ വെച്ച് പഴയ ആളുകൾ അല്ലെങ്കിൽ ഈ രംഗത്ത് അനുഭവപരിചയമുള്ള ആളുകൾ വേണം ഇതിന്റെ മാർക്ക് ഇടാന്ന് അല്ലെങ്കിൽ റിസൾട്ട് പറയേണ്ടതെന്നാണ് ഇപ്പൊ ജോസഫ് ഏട്ടൻ പറയുന്നത്. അല്ല, ഇപ്പൊ മറ്റൊരു കന്നാലി കണ്ടിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്നു. അത് വന്നു അതല്ല ഇത് നല്ല ആരെങ്കിലും പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും, അങ്ങനെ മാർക്ക് പിന്നെ ഇപ്പൊ നമ്മള് ഈ മത്സരങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന 2 കാളകളാണ് ലംബാണിയും കങ്കയും. ഈ കങ്കൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഈ കാളകൾക്ക് തമ്മിൽ എന്താ പ്രത്യേകത? മീനുള്ള കാഴ്ചക്കുള്ള മാറ്റങ്ങളുണ്ട്. രണ്ട് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പൊ 2 രീതിയിൽ. അപ്പം ഈ കങ്കയും ലെമ്പാടിയും വരുമ്പോ എങ്ങനെയാണ്? അപ്പൊ ഓരോ ഈ കങ്കയും തന്നെയല്ലേ വരുന്നത്, അപ്പൊ ലെമ്പാടിയും വരില്ലോ. അപ്പൊ ഈ 2 കാളകൾ ഇങ്ങനെ വരുമ്പം അത് എങ്ങനെ മാർക്കിടുന്ന എന്തെങ്കിലും? 2 കാളകൾ ഇനം മാറ്റാണെന്നുള്ളൂ. പക്ഷെ ഈ ഭംഗിയും മറ്റേ ഈ എന്താ പറയുന്ന നമ്മുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് തന്നെ. അപ്പം ഈ ബ്രീഡിന് മാത്രം മാറ്റമുള്ളൂ പറയുന്നല്ലേ?
അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും ആളുകൾ ഒരു 75 വയസ്സ് ഒരു ഏകദേശം പ്രായമുള്ള ആളാണ്. പിന്നെ അവരുടെ സപ്പോർട്ട് ആയിട്ട് പിന്നീട് അല്ലെങ്കിൽ പേരക്കിടാവും ആളാരെങ്കിലും വരും. അപ്പൊ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര മത്സരത്തിന് വേണ്ടി നമ്മൾ ഇത്ര എക്സ്പെൻസ് മുടക്കിയിട്ട് നമ്മൾ കാളകളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പം അവിടെ വേറെ ഒരു ഇപ്പൊ ഇങ്ങനെ കാക്കൂർ കാളവയൽ എന്ന് പറയുന്ന ലോക പ്രസിദ്ധമാണ്. അപ്പം അവിടെ ഈ നമുക്കിങ്ങനെ കാള വളർത്തിക്കൊണ്ട് വരുമ്പം ഇങ്ങനെ വളർത്തുന്നതിന് വണ്ടിക്കൂലിയോ അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് നമുക്ക് കിട്ടാറുണ്ടോ? ഇല്ല, കിട്ടാറില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് കാക്കൂർ ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ 40 കിലോമീറ്റർ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എക്സ്പെൻസ് മുടക്കി അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സഹകരണം മീൻസ് അതിന്റെ വണ്ടിക്കൂലി അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കിട്ടാറില്ല. പിന്നെ അപ്പൊ ഏകദേശം നമുക്ക് അതിന്റെ പ്രൈസ് മണി എത്രയാണെന്ന് ഏകദേശം അറിയാമോ? 5000 രൂപ. നേരത്തെ ഒരു പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ദയാക്കാരുടെ ഇതുകൊണ്ട് ഇല്ലാതെ പോയി. 2014 നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ ഈ വർഷമാണ് ശരിക്കും മത്സരമായിട്ട് ഓട്ടം നടത്തിയത്. പക്ഷെ ഇത്രയും നമ്മുടെ ഒരു തനിമ നിലനിർത്തുന്ന കാർഷികമായിട്ട് ഒരു തനിമ നിലനിർത്തുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെ ഇത്ര ആളുകൾ വന്നിട്ട് വിൻ ചെയ്തിട്ട് അവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനോ അല്ലെങ്കിൽ എക്സ്പെൻസോ ഒക്കെ ശരിക്കും കൊടുക്കേണ്ടതല്ലേ ശരിക്കും? പക്ഷേ കൊടുക്കുന്നില്ല. അതെ അല്ലേ. പിന്നെ അത് ഇത്ര കിലോമീറ്റർ മുകളിൽ നിന്ന് കഴിഞ്ഞു വരുന്നവർക്ക് വണ്ടിക്കൂലി അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട്? അല്ല, ഇത്ര ദൂരത്തുനിന്ന് അപ്പുറത്തുനിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ചെളിയിൽ ഓടിക്കാൻ കൊണ്ടുവന്ന ബുക്ക് ചെയ്ത് കളയ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റേ ഈ കയറിട്ടടി മത്സരത്തിനല്ലേ അതിന് മാത്രം വണ്ടിക്കൂലി കിട്ടൂലേ? പിന്നെ ഓടി സമ്മാനം കൊടുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കാൻ ഈ പാരമ്പര്യം നിലനിർത്താൻ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി ശരിക്കും തയ്യാറാക്കുന്നതിന്റെ ആവശ്യകത കൂടി ഉണ്ട് അല്ലേ? ആവശ്യമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നില്ല. സർക്കാർ പണ്ടേ ചെയ്യണ്ട. കാരണം ഇവര് മൃഗങ്ങളെ സ്നേഹിക്കണം. പശുവിനെ വളർത്തുന്നുണ്ട്, പാലിന് അല്ലേ? അതുപോലെ മറ്റു മൂരിനെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സർക്കാർ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇതും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ശരിക്കും ഒരു മൃഗപീഡ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മൃഗത്തിനെ പീഡിപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വർഷം വളർത്തുന്നത് അതിന്റെ ഒരു ബെനിഫിറ്റ് കണക്കൂട്ടി മൃഗത്തിന്റെ ഒരു ദിവസം ഒരു അടി വെച്ച് കൊടുക്കുന്നതിന് ഒരു മനുഷ്യനെ കൊടുക്കുന്നതിന് അതിന്റെ ഇതില്ല. സർക്കാർ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മുൻകരുതലോട് കൂടി ഇത് പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഇത് 142 വർഷമായെന്ന് പറഞ്ഞ കാക്കൂർ കാളവയൽ തുടങ്ങിയിട്ട്. ഈ 142 വർഷത്തിന്റെ ഇടയ്ക്ക് ഈ 12 വർഷം, കഴിഞ്ഞ 12 വർഷമായിരുന്നു ഇന്ന് പോയി. ബാക്കി ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം അന്നും സർക്കാരില്ലായിരുന്നു, ഒന്നും ജനമില്ലായിരുന്നു. അന്ന് ഈ ദയാക്കാരെന്ന് പറയുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ അവര് മൃഗത്തിനെ സ്നേഹിക്കുന്ന ആളുകളല്ല, അവര് ദ്രോഹിക്കുന്ന ആളുകൾ. കാരണം ഒരു മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിനെ കുറിച്ച് പഠിക്കും, ആ മൃഗത്തെ കുറിച്ച് അറിയും. മൃഗത്തെ കുറിച്ച് അറിയാവുന്നവർ ഒരിക്കലും ഒരു മൃഗസ്നേഹി ആണ് എങ്കിൽ ഈ ദയ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ട് അങ്ങോട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗത്തിനെ വളർത്തുന്ന ഒരാഴ്ച ഇവര് വന്ന് വളർത്തുക, ഈ മൃഗത്തിന് നമ്മൾ കൊടുക്കുന്ന നമുക്ക് തീറ്റയും കൊടുത്ത് ഒരാഴ്ച വളർത്തുക, നമ്മൾ കുളിപ്പിച്ച് പറക്കി കൊണ്ടുകൊടുക്കുന്ന ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ദയാളോട്ടം വേണ്ടാന്ന് വെക്കില്ല. ഈ ദയാന്ന് അവർ ഉദ്ദേശിക്കുന്നത് മൃഗത്തെ ദ്രോഹിക്കുന്നോണ്ടാണല്ലോ അവര് ഇതില് ദയാന്ന് പേര് കൊടുത്തക്കടാണ്. അല്ല, ഇത് ശരിക്കും നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ കാക്കൂർ കാളവയൽ എന്ന് പറയുന്നത് ഞാനത് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാനത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഇത്ര മഹത്തരമാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഈ കാളവണ്ടി ഓട്ട മത്സരം കുറെ നാളായിട്ട് നിന്ന് കിടക്കുക. 13 വർഷമായിട്ടില്ലായിരുന്നു. ഇത് മൃഗസേവകളുടെ അവർക്ക് ഇതേ കുറിച്ച് ഒന്നും അറിയില്ല സത്യത്തിൽ. അപ്പം ചേട്ടാ, നമ്മളെ പിന്നെ അതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയ കുഞ്ഞിനെ മേടിച്ച് വളർത്തുമ്പോൾ അതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇതിന് വിൻ ചെയ്യുമെന്നോ അങ്ങനെ എന്തെങ്കിലും ചേട്ടന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസോ ആയിട്ട് ചേട്ടൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ കാളയെ വാങ്ങുന്നത്? മനസ്സിലാക്കിയിട്ടാണ്. എന്താ ഇപ്പൊ സാധാരണ ഒരു ലക്ഷണമൊക്കെ ഒരു കാളയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറയുന്നത്? നമുക്കൊരു കാളാന്ന് പറഞ്ഞാൽ ചുള്ളിയായിരിക്കും. ചുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറവായിരിക്കും. വണ്ണം കുറഞ്ഞ് കൂർത്തട്ട്. അത് ഇത്ര നീളം വേണം അങ്ങനെ കണക്കൊന്നുമില്ല. പിന്നെ വേറെ എന്താ അതിന്റെ കണ്ണ് ശരിക്കും ഉരുണ്ട്
ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കണം. പിന്നെ രണ്ടാമത്തെ ഇത് കാലും കൈയൊക്കെ വണ്ണം കുറഞ്ഞ് നല്ല ഒതുങ്ങിയതായിരിക്കണം. ഒതുങ്ങിയതായിരിക്കണം. വാലും അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞിട്ട് ഈർക്കിളി പോലെ തൂങ്ങിക്കിടക്കണമുണ്ട്. അങ്ങനെയൊക്കെ ലക്ഷണമായിട്ട് കാണാൻ. അതെ അല്ലെ. പിന്നെ ഈ സാധാരണ ഈ മത്സരത്തിന് നമ്മൾ പോകുമ്പോൾ ഇപ്പൊ പ്രദർശനമാണെങ്കിൽ എങ്ങനെയാ എന്റെ മാർക്ക് ഇടുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന എന്ത് പ്രത്യേകതകൾ നോക്കിയിട്ട്? അപ്പൊ നമ്മുടെ ഈ തലമുറയിലുള്ള ആളുകളൊക്കെ ആയിരിക്കുമല്ലോ മാർക്കിടാൻ വരുന്നത്. അവർക്ക് അതേക്കുറിച്ച് വ്യക്തമായ ഒരു ഗ്രാഹ്യമില്ല. ഈ ഡോക്ടർമാരോ അവരൊക്കെ വന്ന് മാർക്കിടുന്നു. നാട്ടിലുള്ള കന്നാലി വളർക്കണവരെ കൊണ്ട് മാർക്കിടിക്കുന്നു എങ്കിലാണ് അത് മനസ്സിലാവും. പക്ഷെ അവർക്ക് എന്നാ നമുക്കറിയാം. നല്ല കർഷകരെ കൊണ്ട് മാർക്കിടിക്കുന്നു. നല്ല കർഷകരെ കൊണ്ട് ഓട്ട മത്സരത്തിന് ഇപ്പം ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ കാളവണ്ടി ഓട്ട മത്സരം അതിന് ഇത്ര ദൂരം എന്നുണ്ടോ? അതെയോ ഓരോ മാർച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം അവര് നിശ്ചയിക്കുന്ന ദൂരം ആണോ? ഓരോ സ്ഥലത്തും അവര് നിശ്ചയിക്കുന്നത്. അതെ അല്ലെ. അപ്പൊ നമ്മുടെ കാള 350 മീറ്ററിൽ 27.1 മീറ്ററിൽ വിൻ ചെയ്തു അല്ലെ. ഇതിപ്പം ഏറ്റവും കുറഞ്ഞ ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും കുറഞ്ഞ സമയമാണോ? അതെയോ ഇപ്പൊ നമ്മൾ ഓരോ ഇപ്പൊ ഈ വർഷം നമ്മൾ വിൻ ചെയ്തെന്നുള്ളൂ അത് അതിൽ കുറച്ച് ചെയ്യുന്ന കാളകളുണ്ടോ? അതിന് കുറച്ച് ചെയ്യുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് 2012 വിൻ ചെയ്തപ്പോ 23.71 സെക്കൻഡാ. 23.7. അന്നേരം 300 മീറ്റർ ആണ്. ഇത് 50 മീറ്റർ കൂടുതലും. 50 മീറ്റർ കൂടുതലുണ്ട്. അപ്പം ചേട്ടാ നമസ്കാരം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ ഈ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് ഈ കാളകൾക്കുണ്ടാവുന്ന മാറ്റങ്ങളും അത് അന്യം നിന്ന് പോകുന്ന ആ കാലഘട്ടങ്ങളും അതുപോലെ തന്നെ പ്രായമായവരുടെ ഇത് ഉണ്ടാവുന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഒരു വർഷം മുടക്കുന്ന പൈസയാണെങ്കിലും ഈ കാളയ്ക്ക് മുടക്കുന്ന പൈസയാണെങ്കിലും ഒരിക്കലും അതൊരു ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ഈ പരിപാടിയോടുള്ള അല്ലെങ്കിൽ ഈ കാളകളുടെ സ്നേഹത്തിന്റെ നമ്മുടെ ആത്മാർത്ഥത ശരിക്കും ഗവൺമെന്റ് തലത്തിൽ നിന്ന് എവിടുന്നെങ്കിലും മനസ്സിലാക്കി ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമായിരുന്നു. നമസ്കാരം ചേട്ടാ. കാക്കൂർ കാളവണ്ടി ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ജോസഫേട്ടന്റെ മകൻ ബിനോയാണ് ഈ കാളകളെ പരിപാലിക്കുന്നതും മറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. വിനയ് എന്ന് പറയാമോ ഈ കാളകൾ എങ്ങനെ നമ്മുടെ ഈ അടുത്തിടയ്ക്കാണ് കാള മേടിച്ചത് പരിശീലനത്തിന് വേണ്ടി? ഇപ്പൊ നമ്മള് ശരിക്കും അടുത്തടുത്താണ് ഈ കാള മേടിച്ചത്. ഒരു 30 ദിവസമൊക്കെ ആയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 360 ദിവസം വളർക്കും. ചെറിയ തരം കിടാക്കളം മേടിച്ച് വലുതാകുന്നവർ വളർത്തും. അപ്പൊ ഓടിച്ച് നമ്മൾ ട്രയൽ കൊടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഓടിച്ച് പഠിപ്പിച്ച് മത്സരത്തിന് പോവുകയായി ആറ് സാധാരണ. ഇപ്പൊ ഇടക്കാലം കൊണ്ട് ഒരു ചെറിയൊരു ഇതായതുകൊണ്ട് ഇല്ലായിരുന്നു കാള, ഒരു വർഷത്തേക്ക് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇത് മേടിച്ചത്. ഇത് ജോസഫേട്ടന്റെ മകനാണ് ഇതിനകത്ത് കൂടുതൽ ഇതിന്റെ പരിപാലനവും ഇങ്ങനെ മത്സരത്തിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. നമുക്കിനി ഈ കാള ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ കെട്ടുന്നത് എങ്ങനെയാണ് അതിന്റെ മറ്റ് രീതി നമുക്ക് കാണാം. അവിടുന്ന് കാളവണ്ടി ഓട്ടം മത്സരം കാള പിടിക്കാം. കയറാത്തേക്ക് പോകും. കാള പുറത്തേക്കല്ല, കയറാത്തേക്ക്. കാള പൊങ്ങൂട്ടോ. നീ പിടിച്ച കാളയൊന്നോ ഞാൻ കയറിയിട്ട് നീ വിട്ടു വേണേ വിട്ടോ. ഇങ്ങളാ
ഓടിക്കണോ കാണുന്ന നടന്നു പോകും. ഞാനല്ലേ പറഞ്ഞു